ലോകത്തിലെ തന്നെ സുരക്ഷിതമായ നഗരങ്ങളിൽ മുൻപന്തിയിലുള്ള അബുദാബിയിലെ ഈ ബഹുനില കെട്ടിടത്തിൻ്റെ വരാന്തയിൽ ഒരു സുലൈമാനിയും കുടിച്ചു നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഞങ്ങൾ ഈ അടുത്ത് സന്ദർശിച്ച കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ കെനിയയുടെ ത്രസിപ്പിക്കുന്ന ഓർമ്മകളിലേക്കാണ്. ഏറെ ആശങ്കകളും മുൻധാരണകളും പേടിപ്പെടുത്തുന്ന കഥകളുമൊക്കെയായി കെനിയയിൽ വിമാനമിറങ്ങുമ്പോൾ ഞങ്ങൾക്കുണ്ടായ അത്ഭുതകരവും വ്യത്യസ്തങ്ങളുമായ അനുഭവങ്ങളാണ് എൻ്റെ മനസ്സിലൂടെ ഇപ്പോഴും മിന്നിമറഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നെയ്റോബി നഗരത്തെയും മസായിമാരയിലെ വന്യജീവി സമ്പത്തിനെയും നെയ്വാഷ തടാകത്തിലെ പക്ഷികളെയും ഒക്കെ കണ്ടും കേട്ടും അനുഭവിച്ചും അറിഞ്ഞ അവിസ്മരണീയമായ ഒരു കെനിയൻ സഞ്ചാരം. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. നെയ്റോബിയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിലാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. രാവിലെ 9 മണിക്കാണ് വിമാനം പുറപ്പെടുന്നത്. രാജ്യാന്തര വിമാനമായതിനാൽ തന്നെ 3 മണിക്കൂർ മുന്നേ, അതായത് 6 മണിക്ക് വിമാനത്താവളത്തിൽ എത്തിച്ചേരണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുലർച്ചെ 4 മണിക്ക് തന്നെ അബുദാബിയിൽ നിന്നും പുറപ്പെട്ടു. ദീർഘമായ യാത്രയാണ്. സുഹൃത്തായ ഷംസു എന്ന ഇദ്ദേഹമാണ് ഞങ്ങളുടെ സാരഥി. ഷംസു ഒരു മിതഭാഷിയാണ്. അധികമൊന്നും സംസാരിക്കില്ല. ചോദിക്കുന്ന കാര്യത്തിന് അളന്നു കുറിച്ച് മുക്കി മൂളി ഒരു കുഞ്ഞു മറുപടി, അത്ര തന്നെ. അതാണ് ഷംസു. എന്ന് മാത്രമല്ല, മലയാളികളെ യാത്രകൾ ചെയ്യാൻ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വലിയ ആരാധകനും നിരന്തര പ്രേക്ഷകനും കൂടിയാണ് ഷംസു. SGKയെ പറ്റി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഷംസു വാചാലനായി. സഫാരി ചാനലിൽ കെനിയൻ സഞ്ചാരമൊക്കെ കണ്ട അനുഭവങ്ങൾ ഷംസു ഏറെ ഞങ്ങളുമായി പങ്കുവച്ചു. സിംഹവും ആഫ്രിക്കൻ ആനയുമൊക്കെ ആക്രമിക്കാൻ വന്നാൽ എങ്ങനെ അതിനെ ചെറുത്ത് രക്ഷപ്പെടാം എന്നൊക്കെ ഷംസു ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അങ്ങനെ കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ ഷാർജ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നു. ഷാർജ വിമാനത്താവളം താരതമ്യേന ഒരു ചെറിയ വിമാനത്താവളമാണ്. അബുദാബി, ദുബായ് വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ അത്ര പ്രൗഢിയൊന്നുമില്ലാത്ത ഒരു കുഞ്ഞു വിമാനത്താവളം. ഒറ്റ റൺവേ മാത്രമുള്ള ഈ വിമാനത്താവളം 3800 ഏക്കറിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. ദുബായ് എയർപോർട്ട് 7200 ഏക്കറാണെന്ന് ഓർക്കണം. എയർ അറേബ്യ പോലെയുള്ള താരതമ്യേന ടിക്കറ്റ് നിരക്ക് കുറവുള്ള വിമാനങ്ങളാണ് ഇവിടെ നിന്നും പ്രധാനമായും സേവനം നടത്തുന്നത്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിനകത്തേക്ക് കടന്നു. ചെറിയ എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് എല്ലായിടത്തും. അങ്ങനെ കുറച്ച് സമയം ക്യൂ ഒക്കെ നിന്ന് ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് കിട്ടി. 27-ാം നമ്പർ ഗേറ്റിൽ നിന്നാണ് ഞങ്ങളുടെ വിമാനം. ഞങ്ങൾ മെല്ലെ അങ്ങോട്ടേക്ക് നടന്നു. നിരവധി ഇടനാഴികളും ഗേറ്റുകളുമൊക്കെ കടന്ന് ഞങ്ങൾ മെല്ലെ 27-ാം നമ്പർ ഗേറ്റിലേക്ക് അടുത്തു. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വിമാനത്തിലേക്ക് കയറുവാനുള്ള അറിയിപ്പ് വന്നു. ഞങ്ങൾ മെല്ലെ വിമാനത്തിലേക്ക് നടന്നു. എയർബസ് A320 എന്ന യൂറോപ്യൻ നിർമ്മിതമായ നാരോബോഡി എയർലൈൻ ശ്രേണിയിലുള്ള ഒരു വിമാനമാണ് ഇത്. യാത്രാ വിമാനങ്ങൾ നിർമ്മിക്കുന്ന ലോകത്തിലെ 2 പ്രധാന കമ്പനികളാണ് എയർബസും ബോയിങ്ങും. എയർബസ് യൂറോപ്പിൽ നിന്നും ബോയിങ് അമേരിക്കയിൽ നിന്നുമാണ് പുറത്തിറങ്ങുന്നത്. എയർബസിൻ്റെ ഈ A320 വിമാനം പ്രധാനമായി നിർമ്മിക്കുന്നത് ഫ്രാൻസിലും ജർമ്മനിയിലുമാണ്. ഞങ്ങൾ മെല്ലെ വിമാനത്തിനകത്തേക്ക് നടന്നു. സീറ്റ് നമ്പർ 27-ാം നിരയിലായതിനാൽ വിമാനത്തിൻ്റെ പിൻവാതിലിലൂടെയാണ് ഞങ്ങൾ അകത്തേക്ക് കടക്കുന്നത്. ഒരു കുട്ടി നിക്കറുമൊക്കെ ഇട്ടാണ് ഞാൻ വിമാനത്തിലേക്ക് നടക്കുന്നത്.
കേരളത്തിലെ ഒരു കുഞ്ഞു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഞാൻ അബുദാബിയിലെത്തി കുറച്ച് പരിഷ്കാരിയൊക്കെ ആയിക്കഴിഞ്ഞാണ് ഷോർട്സ് എന്ന് പരക്കെ അറിയപ്പെടുന്ന ഈ വള്ളിനിക്കറിൻ്റെ പരിഷ്കൃത രൂപമൊക്കെ ധരിച്ച് പുറത്തിറങ്ങി നടന്നു തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ 27-ാം നമ്പർ സീറ്റിൽ ഇരുവശങ്ങളിലുമായി ഇരിപ്പുറപ്പിച്ചു. വിമാനം മെല്ലെ ഓടിത്തുടങ്ങി. ക്രമേണ വേഗം കൂടിക്കൂടി അത് ഒരു പറവയെപ്പോലെ ആകാശത്തിലേക്ക് കുതിച്ചു കയറി. ഞാൻ സർവ്വ ദൈവങ്ങളെയും നല്ലോണം മനസ്സിൽ ധ്യാനിച്ച് സീറ്റിൽ മുറുക്കെ പിടിച്ച് കണ്ണുകൾ ഇറുക്കിയടച്ച് അങ്ങനെ ഇരുന്നു. നോക്കെത്താ ദൂരം പരന്നു കിടക്കുന്ന മരുഭൂമിയെ പിന്നിലാക്കി വിമാനം പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘങ്ങൾക്കിടയിലേക്ക് ഊളിയിട്ട് കയറി. അങ്ങനെ വിമാനം അതിൻ്റെ സാധാരണ പറക്കുന്ന ഉയരത്തിലെത്തി. ഏകദേശം 11 കിലോമീറ്റർ ഉയരത്തിലാണ് യാത്രാ വിമാനങ്ങൾ പറക്കാറ്. അപ്പോഴാണ് എൻ്റെ ഇത്രയും നാളത്തെ വിമാനയാത്രയിൽ ഉണ്ടാവാത്ത ഒരു സംഭവം നടന്നത്. അതിസുന്ദരിയായ ഒരു എയർ ഹോസ്റ്റസ് എനിക്കായി കൊണ്ടുവന്ന ഭക്ഷണപ്പൊതി ഞാൻ തുറന്നു നോക്കി. ഉപ്പുമാവും സാമ്പാറും. ആദ്യമായിട്ടാണ് ഒരു വിമാനത്തിൽ നിന്ന് ഉപ്പുമാവ് തിന്നാൻ കിട്ടുന്നത്. അങ്ങനെ ആ ഉപ്പുമാവ് മെല്ലെ ഞാൻ കഴിച്ചു തുടങ്ങി. ഏകദേശം 5 മണിക്കൂർ യാത്ര ചെയ്താലാണ് വിമാനം നെയ്റോബിയിൽ ഇറങ്ങുന്നത്. വിമാനത്തിലെ ചെറിയ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി കാഴ്ചകൾ കണ്ട് ഞാൻ അങ്ങനെ ഇരുന്നു. മരുഭൂമിയൊക്കെ പിന്നിട്ട് വിമാനം പച്ച വിരിച്ച ട്രോപ്പിക്കൽ ഭൂഭാഗത്തുകൂടിയാണ് ഇപ്പോൾ പറക്കുന്നത്. ഈ കെനിയൻ യാത്രയ്ക്കായി യെല്ലോ ഫീവർ വാക്സിനൊക്കെ എടുത്തത് ഞാൻ വിമാനത്തിലിരുന്ന് അങ്ങനെ ഓർത്തു. കെനിയ, ടാൻസാനിയ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് പോകുവാൻ യെല്ലോ ഫീവർ വാക്സിൻ എടുത്തിരിക്കണം എന്ന് മാത്രമല്ല, അത് നമ്മൾ യാത്ര ചെയ്യുന്ന ദിവസത്തിൻ്റെ 10 ദിവസം മുന്നെയെങ്കിലും എടുത്തിരിക്കണം. പക്ഷേ UAE-യിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഈ വാക്സിനേഷൻ അത്ര നിർബന്ധമല്ല എന്നും ഞാൻ കേട്ടു. അങ്ങനെ വിമാനം നൈറോബി നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്തേക്കെത്തി. മെല്ലെ താഴ്ന്ന് ആ റൺവേയിലേക്ക് വിമാനം പറന്നിറങ്ങി. കുറേ ദൂരം ഓടി ഒരു ചെറിയ കെട്ടിടത്തിൻ്റെ മുന്നിൽ ചെന്നു നിന്നു. ഇതാണ് ജോമോ കെനിയാട്ട ഇൻ്റർനാഷണൽ എയർപോർട്ട്, നെയ്റോബിയിലെ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ജോമോ കെനിയാട്ട എന്ന കെനിയയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്ററും പ്രസിഡൻറ്റുമായിരുന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ എയർപോർട്ടിന് ജോമോ കെനിയാട്ട ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് നാമകരണം ചെയ്തത്. 1963 മുതൽ 64 വരെ പ്രൈം മിനിസ്റ്ററായി, 1964 മുതൽ 1978 വരെ പ്രസിഡൻറ്റുമായിരുന്ന ജോമോ കെനിയാട്ട. ബ്രിട്ടീഷ് കോളനിയായിരുന്ന കെനിയയെ ഇന്ന് കാണുന്ന കെനിയയായി മാറ്റിയെടുത്ത വ്യക്തിത്വം, അതാണ് ജോമോ കെനിയാട്ട. വിമാനത്തിൻ്റെ പടവുകളിറങ്ങി ഞങ്ങൾ നടന്നാണ് ആ പഴയ കെട്ടിടത്തിലേക്ക് കയറിയത്. ഒട്ടും തന്നെ പ്രൗഢിയില്ലാത്ത ഒരു പഴയ എയർപോർട്ട്. ഒരു ആഫ്രിക്കൻ രാജ്യത്തിൽ നമ്മൾ എത്തിയെന്ന് നമ്മെ തോന്നിപ്പിക്കുന്ന ഒരു പഴഞ്ചൻ വിമാനത്താവളം. കെനിയയിൽ പ്രവേശിക്കാനായി സാധാരണയായി വിസയാണ് എടുക്കേണ്ടത്. ഓൺലൈനായി അപേക്ഷിച്ചാൽ 3-4 ദിവസം കൊണ്ട് വിസ കിട്ടും. 250 ദിറംസാണ് വിസയുടെ ചാർജസ്. അങ്ങനെ എമിഗ്രേഷൻ നടപടികളൊക്കെ പൂർത്തിയാക്കി ഞങ്ങൾ കൺവെയറിൻ്റെ ഭാഗത്തേക്കെത്തി. ഒരു എയർപോർട്ടിൻ്റെ ഉൾഭാഗമാണെന്ന് പോലും തോന്നാത്ത അത്ര പഴഞ്ചൻ നിർമ്മിതി. ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം കൺവെയറിൽ നിന്നും ബാഗുകളൊക്കെ കളക്ട് ചെയ്ത് ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് നടന്നു. പുറത്തിറങ്ങി ആദ്യം ചെയ്തത് ഒരു സിം കാർഡ് എടുക്കുക എന്നുള്ളതാണ്. ഇൻ്റർനെറ്റും ആക്ടിവേറ്റ് ചെയ്ത് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. സഫാരികോമാണ് കൂടുതലായി കെനിയയിൽ എത്തിച്ചേരുന്ന സഞ്ചാരികൾ തിരഞ്ഞെടുക്കുന്നത്. ഞാനിത് പല ട്രാവൽ വീഡിയോകളിലും കണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിന് പുറത്തേക്കിറങ്ങി. പടവുകളിറങ്ങി താഴേക്ക് വരുമ്പോൾ അതാ ഒരു സുന്ദരി എൻ്റെ പേരെഴുതിയ ഒരു പ്ലക്കാർഡും പിടിച്ച് ചിരിച്ചു നിൽക്കുന്നു. മോറീൻ എന്നാണ് ഈ സുന്ദരിയുടെ പേര്. ഇവളൊരു നൈറോബിക്കാരിയാണ്. ഞങ്ങൾക്ക് ഗംഭീര ഒരു സ്വീകരണമൊക്കെ നൽകി കുശലമൊക്കെ ചോദിച്ച് അവൾ ഞങ്ങളെ വണ്ടികളുടെ പാർക്കിംഗ് സ്ഥലത്തേക്ക് ആനയിച്ചു. അവിടെ ഞങ്ങളെ കാത്ത് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നുണ്ടായിരുന്നു. ബർണാബാസ് എന്നാണ് ഇയാളുടെ പേര്.
ആദ്യം കേട്ടപ്പോൾ ഗംഗാധരൻ എന്ന് പറയുന്ന പോലെ തോന്നി. വീണ്ടും ചോദിച്ച് ഉറപ്പുവരുത്തി. ബർണാബാസ്. ടൊയോട്ടയുടെ ഇന്നോവ പോലെയുള്ള ഒരു കാറായിരുന്നു അത്. ഞങ്ങൾക്ക് ആദ്യ ദിവസം താമസിക്കാൻ മുറി ബുക്ക് ചെയ്ത ഹോട്ടലുകാർ അറേഞ്ച് ചെയ്തതാണ് ഈ വണ്ടി. അങ്ങനെ ബർണാബാസിൻ്റെ കാറിൽ കയറി മോറിൻ എന്ന കറുത്ത സുന്ദരിക്ക് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ നെയ്റോബി നഗരം ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. ഏകദേശം 40 മിനിറ്റ് യാത്രയുണ്ട് ഇവിടെ നിന്ന് നെയ്റോബിക്ക്. കോൺകോർഡ് എന്നാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പേര്. അതിഗംഭീരമായ ഒരു ഹൈവേയിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇരുവശങ്ങളിലും പച്ച പുൽമൈതാനങ്ങൾ, നിരയൊത്ത മരങ്ങൾ, നല്ല വൃത്തിയായി സംരക്ഷിച്ചിരിക്കുന്ന ഉദ്യാനങ്ങൾ. ഞാൻ ബർണാബാസിനോട് പല കുശലങ്ങളും അന്വേഷിച്ചു. അവിടുത്തെ നാട്ടുകാരെ പറ്റി ചോദിച്ചു. ബർണാബാസിൻ്റെ ഫാമിലിയെ പറ്റി ചോദിച്ചു. ഇന്നേ ദിവസം ഞങ്ങൾക്ക് വേറെ പരിപാടികളൊന്നും തന്നെ പ്ലാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ബർണാബാസിനോട് ചോദിച്ചു, ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത ശേഷം ഞങ്ങളെക്കൊണ്ട് നെയ്റോബി സിറ്റി മൊത്തത്തിൽ ഒന്ന് കറക്കാമോ? 1 മിനിറ്റ് മൗനത്തിന് ശേഷം ബർണാബാസ് അത് സമ്മതിച്ചു. $50 വേണമെന്ന് ആവശ്യപ്പെട്ടു. അതിത്തിരി കൂടുതലല്ലേ? ഞാനത് പറഞ്ഞ് $40 ആക്കി. ബർണാബാസ് നല്ല ഭംഗിയായി ഇംഗ്ലീഷ് സംസാരിക്കും. ഞാനത് അയാളോട് സൂചിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അപ്പോഴേക്കും ആകാശത്ത് മഴക്കാർ ഉരുണ്ടുകൂടി. കാലാവസ്ഥ ആകെ മാറുന്നു. ഇരുളടഞ്ഞു തുടങ്ങുന്നു. മെല്ലെ മഴ പെയ്യാൻ തുടങ്ങി. ഞങ്ങൾ നെയ്റോബി പട്ടണത്തിൻ്റെ തിരക്കുകൾക്കടുത്തേക്ക് എത്തിയിരിക്കുന്നു. കോൺകോർഡ് ഹോട്ടൽ ലക്ഷ്യമാക്കി ബർണാബാസിൻ്റെ ഈ സുന്ദരമായ വണ്ടിയിൽ ഞങ്ങൾ മെല്ലെ നഗരത്തിരക്കിലൂടെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങി. കെനിയയിലേക്കുള്ള ഞങ്ങളുടെ യാത്രയെ വരവേൽക്കാൻ പ്രകൃതി മഴയുടെ രൂപത്തിൽ പെയ്തിറങ്ങിയ പോലെ ഒരു തോന്നൽ. ആകാംക്ഷയോടെ, അത്ഭുതത്തോടെ ഞാൻ വിദൂരതയിലേക്ക് നോക്കി അങ്ങനെ